പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനു മാത്രം പ്രത്യേകതയുള്ള എന്ത് കാര്യമാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയ ആ നാൾ തൊട്ടിട്ട് എനിക്ക് ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ മറികടന്ന് ഇവിടം വരെ ഞാൻ എത്തി. എന്ന് വെച്ചാൽ 2013-14 കാലഘട്ടങ്ങളിൽ വര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2025 25 തീരാറായി എന്ന് തന്നെ പറയാം. 26 കാലെടുത്ത് കുത്താൻ പോകുന്നു എന്ന് പറയാം. നമുക്ക് കാല് കുത്തുവോ കൈ കുത്തുവോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അരുൺ എന്നോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട് ഫോട്ടോക്ക് വേണ്ടിയിട്ട്, നീ കോള് കിട്ടുന്ന രീതിയിലേക്കൊന്നാക്കി വെക്ക്, അങ്ങനെ ഫോട്ടോക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ്റെ ആ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി അവനാരും വിളിച്ച് ബുദ്ധിമുട്ടാക്കണ്ട എന്ന് കരുതിയിട്ട് എൻ്റെ ഫോണിൽ ബിസി ആക്കിയിട്ട കാര്യം ഞാനങ്ങ് മാറ്റിയിട്ടപ്പം ഇന്നൊരു കോള് വന്നു. എനിക്ക് മിക്കതും ഇതിനു മുമ്പേ ഞാൻ പരാതി കൊടുത്തപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ നാട്ടിലെ നമ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. 10 അക്ക നമ്പറാണ് ഉണ്ടാവുക. 9745 എന്നൊക്കെ തുടങ്ങുന്ന രീതിയിലുള്ള നമ്പറുകളാട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ നമ്പർ അല്ല എന്നുള്ളത് സൈബർ സെല്ലുകാരാട്ടോ എന്നോട് പറഞ്ഞത്. ഈ നെറ്റ് നമ്പർ ആദ്യമൊക്കെ 4 നമ്പർ 6 നമ്പറൊക്കെ ആയിരുന്നു പോലും ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തായത് എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അപ്പം ഇനിയും ഞാൻ വരച്ച് മുമ്പോട്ട് പോകുക വെച്ചാൽ എൻ്റെ കൈ വെട്ടു എന്നാണ് പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞു, നീ കൈയല്ലേ വെട്ടുക, നിൻ്റെ ഉപ്പാപ്പ വിളിച്ചിട്ട് എൻ്റെ തല വെട്ടു എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ജസ്റ്റ് ഞാൻ പേടിക്കാതെ ജീവിച്ചിട്ടുണ്ട്. പിന്നെയാണോ നീ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഒരു 2 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങോട്ട് ഞാൻ വ്യക്തമായിട്ട് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ 24 hours കൊണ്ട് എന്നെ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. ഇവരെയൊക്കെ വിചാരം എന്താ, ചക്ക ഇരിയുക എന്നാണോ? ചക്ക ഇരിയുന്നത് പോലെ ഒരു മനുഷ്യരങ്ങോട്ട് ഇല്ലാണ്ടാക്കാമെന്നാണോ ഇവരുടെയൊക്കെ വിചാരം? ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്? ഒരു പെണ്ണായാൽ നമ്മളൊക്കെ പേടിച്ചു പോകുന്നതാണോ ഇവരുടെയൊക്കെ വിചാരം? ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മൾ പശുവിനെ അറക്കുക, ആടിനെ അറക്കുക, അല്ലെ കോഴിനെ അറക്കുന്നേക്ക് ആ ഒരു ലാഘവത്തോടെയാണ് പറയുന്നത്. നിൻ്റെ കൈ വെട്ടും, നിൻ്റെ തല വെട്ടും, നിന്നങ്ങ് ഇല്ലാണ്ടാക്കും. എന്ത് ഒരുത്തം കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാനാണ്. ഞാനന്ന് അവന് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞിട്ട്, നീ യഥാർത്ഥ തന്തൊക്കെ ഉണ്ടായതാണ്, നീ വന്ന് വെട്ടിക്കൊല്ലേ കുത്തിക്കൊല്ലേ എന്താച്ചാ ചെയ്യുന്നു. ഞാൻ ആരാലെയും കൊല്ലപ്പെടൂല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. മേ ബി ഞാൻ കൊല്ലപ്പെട്ടേക്കാം, അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ വെട്ടാനും കുത്താനും വരുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവൻ എടുത്തിട്ട് നിങ്ങൾ പോവണം. ഇല്ലെങ്കിൽ ഒരു ചെറു ശ്വാസമെങ്കിലും എനിക്കുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ കയറി വെട്ട് തന്നെ ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെട്ടണം കുത്തണം കൊല്ലണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തീർത്തിട്ടേ പോകാവുള്ളൂ. അപ്പോൾ പല രീതിയിലും ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലത് സോഷ്യൽ മീഡിയ കൂടെ, ചിലത് അയൽവക്കും, ചിലത് കുടുംബം. ഇപ്പം ഇങ്ങനെ. അപ്പം നമ്മളൊക്കെ ഒരു തൊഴിലെടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മേൽ നമ്മളെ ടോർച്ചർ ചെയ്യാനും ഇങ്ങനെ മേൽ ഭീഷണിപ്പെടുത്താനൊക്കെ എന്തുവാണ് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ റൈറ്റ് ഇത് ലെഫ്റ്റാണ്, റൈറ്റ് രണ്ടും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ യൂട്യൂബിൻ്റെ അകത്തൊന്നും വീഡിയോ ഇടാൻ പോലും എനിക്ക് സമയം കിട്ടാണ്ട് നിൽക്കുക, കാരണം വർക്കുള്ളത് കൊണ്ട്. അപ്പോൾ അത്രമേൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് അല്ലെ സ്ട്രെയിൻ ചെയ്തൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ഗോള് എൻ്റെ കയ്യാൻ പറ്റും. എന്തേത്താന്നാ ഈ വീടിൻ്റെ നമ്മൾ പറയല്ലേ വീടുമലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരന്ന്, ആ മരത്തിൻ്റെ ചില്ല വെട്ടുമെന്നുള്ളതാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞത്. ഏതായാലും ആ ലെവന് എന്തായാലും എൻ്റെ ഫോളോവർ ആയിരിക്കുമല്ലോ മോൻ, എൻ്റെ ഉപ്പൂപ്പ വിചാരിച്ചിട്ട് എൻ്റെ തലവട കുത്തിരിക്കുന്നുണ്ട്. പിന്നെയാണ് ഇപ്പോൾ കുറേ നാളായി എൻ്റെ ഒരറിവ് വെച്ചിട്ട് 2014 എനിക്ക് ആദ്യത്തെ ഭീഷണി വന്ന് പേടിച്ചു പോയി കേട്ടോ. നല്ലോണം പേടിച്ചു പോയിട്ടുണ്ട്.
അന്ന് മലപ്പുറത്തു നിന്നൊരു പയ്യനായിരുന്നു. അങ്ങനെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ഇതേപോലെ കോള് വന്നതാണ്. അങ്ങനെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി, അല്ല കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ മുമ്പ് സൈബർ സെല്ലിൽ ഇവിടെ SP ഓഫീസിൽ നേരിട്ട് പോയിട്ട് പരാതി കൊടുത്തത്. കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മളെ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ SP അതിൻ്റെ ഡീറ്റെയിലൊക്കെ എടുക്കാൻ പറഞ്ഞു. 2 ദിവസങ്ങൾ കൊണ്ട് ആളെ സൈബർ സെല്ലിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രസം എന്താ വെച്ചാൽ, ഒരു പാവപ്പെട്ട പയ്യനെന്ന് വെച്ചാൽ ഒരു ഹിന്ദു പയ്യനാണ്. അവനും അവൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്. അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞിട്ട്. കൂടെ വേറൊരു മൊണ്ണ പോലത്തെ ഒരു ചങ്ങായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹിന്ദു പയ്യനെ ഏതോ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് ഈ ചെങ്ങായി പരിചയപ്പെട്ട സമയത്ത് ചോദിച്ചാൽ ഒരു സിം എടുത്ത് തരുമെന്ന്. അന്ന് ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പിൻ്റെ സിം കിട്ടുന്ന കാലഘട്ടമായിരുന്നല്ലോ 2014 കാലഘട്ടങ്ങളിലൊക്കെ. അങ്ങനെ അത് കേട്ട് ഞാൻ ഈ മൊണ്ണ എന്താക്കി, സിം എടുത്ത് കൊടുത്തതാണ്. ആ സിമ്മിന്ന് അവൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ആ പാവം ആ ചെക്കൻ്റെ അച്ഛന് കാക്കനോട് പറഞ്ഞ് കരയുക ചെയ്യുന്നത്. ഓനിങ്ങനെ ഒരു വിവരക്കേട് പറ്റിപ്പോയി, ഓനല്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ്. എൻ്റെ കാക്ക എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സല്ലിയുന്ന ഒരാളാട്ടോ. കാക്ക പറഞ്ഞു ചേച്ചി ഓനും നിരപരാധിയാണ്. മറ്റോനിനി വായി കേൾക്കാത്തതൊന്നും ബാക്കിയില്ല. പക്ഷേ നമ്മൾ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ആരുടെ പേർക്കാണോ സിമ്മ് അവരേ കുടുങ്ങുള്ളൂ, അല്ലാതെ വിളിച്ചതല്ല നോക്കുക. അതുകൊണ്ട് നമ്മളത് ആടെ വിട്ട്. അതായത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് എന്നെ ഈ വെട്ടും കുത്തും തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് വന്നത്. പിന്നീട് വന്നതൊക്കെ നമ്മളിത് ഓണം പരാതി കൊടുത്തു. ലാസ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, എനിക്ക് വന്ന കോളും മെസ്സേജും കാര്യമൊക്കെ ആയിട്ട് ഒരു 18ഓളം ആൾക്കാരുടെ പേരിൽ ഈ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വോയിസ് സഹിതം ചാറ്റ് സഹിതം എല്ലാ തെളിവുകളും വെച്ചിട്ട് നമ്മൾ കൊടുത്തു. അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുക. ചിലത് ഗൾഫിലത്തേതായതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നാൾ കോടതിയിൽ നിന്നൊരു പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പലരും ഇപ്പോഴും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിലത്തെ ഒരു ചങ്ങായി നിങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ജനം TV ഒക്കെ അന്ന് ന്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ ഈ പറഞ്ഞതുപോലെ കൊല്ലുന്നു പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നു. ആ ചങ്ങായി വിളിച്ച് അരുണിനോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, അബദ്ധവശാൽ പറഞ്ഞു പോയതാ, കേസ് ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് കോംപ്രമൈസ് ആക്കാൻ പറ്റില്ല എന്നു. അപ്പം എന്നതിന് ശേഷം ഞാൻ ഈ കോള് വാട്സപ്പ് ചെയ്തൊക്കെ വരുന്നതിന് ഞാൻ വലിയ ഇത് കൊടുക്കാറില്ല. കാരണം നമ്മൾ കൊടുത്ത് നമ്മൾ സ്റ്റേഷനിൽ നമ്മളൊരു കുടുംബത്തിൽ കയറി ചെല്ലുന്നതിൻ്റെ മാതിരി ഇങ്ങനെ ആഴ്ചക്ക് ഈ ആഴ്ചക്ക് പറഞ്ഞിട്ട് എനിക്ക് ഓരോരോ മെസ്സേജും കോളും വരുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്പറുണ്ട്. ഇപ്പോൾ കോള് വരാത്ത രീതിയിൽ ഞാൻ ആക്കിയിട്ടതായിരുന്നു. ആ 2 ദിവസത്തേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അന്നപ്പോഴേക്കും ഇതാണ് അവസ്ഥ. അപ്പോൾ കോളിൻ്റെത് പിന്നെയും ഞാൻ ബിസി ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ വാട്സപ്പിൽ വരുന്നത് അതിപ്പം ഇന്നിപ്പോൾ ഒരു പെണ്ണ് നിരന്തരം കുത്തിരിഞ്ഞ് വോയിസ് അയക്കുന്നത് പറഞ്ഞ് ഓളെ വിചാരം അത് പെണ്ണാണെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു എന്നാണ്. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടുകൂടണമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്തിനാണെന്ന്. ഞാനൊരു ജോലി എടുത്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ അതിനിങ്ങനെ എന്നാൽ പിന്നെ ഇവരാരെങ്കിലും ചിലവിന് കൊണ്ടുത്തരിക, അതും ചെയ്യൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കോളിൻ്റെത് ഞാൻ പോയിട്ട് പരാതിപ്പെടാനൊന്നും പോയിട്ടില്ല എന്ന് പറയാൻ. വാട്സപ്പിലൊക്കെ ആണെങ്കിൽ DP സഹിതം ഉണ്ടെങ്കിൽ അത് DP സഹിതം വെച്ചിട്ട് വീഡിയോ ചെയ്ത് പബ്ലിക്കിൻ്റെ ഇടയിലേക്കായിട്ട് വിട്ടു കൊടുക്കുക. ഇതും ഞാൻ അങ്ങനെ പറയാം. നമ്മളിപ്പം പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് യഥാർത്ഥത്തിൽ പുലി വരുമ്പോൾ നമ്മൾ വിശ്വസിക്കൂല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊല്ലും വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം മേ ബി ആരെങ്കിലും വന്ന് ചെയ്തേക്കാം, പറയാൻ പറ്റൂല.
അപ്പോഴും കോടതിക്കൊരു തെളിവ് വേണ്ടേ? എനിക്കിതിനു മുമ്പേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് ഇന്ന ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള, അന്നപ്പോൾ അവർക്ക് എടുക്കാനൊരു സൗകര്യമാവുമല്ലോ. ഏത് ബുദ്ധി വേണേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത്. ഏതായാലും ജീവനുള്ളിടത്തോളം കാലം കണ്ണനെ ഞാൻ വരയ്ക്കും. അത് അങ്ങനെ പോട്ടെ. ഇനിയിപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് മാറി നിന്ന് കരയേ, എൻ്റെ മുമ്പിൽ വന്നിട്ട് കരയരുത്. ഓക്കെ? അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടിയും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.